ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രമോയുടെ റിവ്യൂ നോക്കാം. അപ്പോൾ പ്രമോയില് കണ്ടതുപോലെ തന്നെ അവസാനം നമ്മുടെ ഭൂമി അജയുമായിട്ടുള്ള ആ ഒരു ഡീലിംഗ് വിവാഹത്തിന് തയ്യാറാവാൻ പോവാണ്, സമ്മതിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഇപ്പോൾ അംബിക അച്യുതന്റെയും അംബികയുടെയും സ്വന്തം മകളല്ല ഭൂമി എന്നുള്ള കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് നിർത്തിയിട്ട് നീ നിന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാൻ നോക്ക് എന്നാണ് അംബിക ഭൂമിയോട് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഭൂമി ഇങ്ങനെ കുറെ ആലോചിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ഭൂമിക്ക് അച്യുതൻ സ്വന്തം അച്ഛനല്ല, അംബിക സ്വന്തം അമ്മയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അല്ല, അങ്ങനെയൊന്നും അല്ല, ഒരിക്കലും അല്ല. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പം മുതൽ ഞാൻ കണ്ട അച്ഛനും അമ്മയും അവർ തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും. അല്ലാതെ വേറൊരു അച്ഛനും എനിക്കില്ല, വേറൊരു അമ്മയും ഇല്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ അച്ഛനും അമ്മയും മതി എന്നൊക്കെ ഭൂമി ഇങ്ങനെ കുറെ ഇങ്ങനെ മനസ്സിൽ പറയാണ് കേട്ടോ. എന്നാലും അംബിക ഇത്രയും കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊന്നും അംഗീകരിക്കാതെ ഇതൊന്നും ഉൾക്കൊള്ളാതെ വേറെ വഴിയില്ലല്ലോ. അപ്പൊ ഭൂമി പതുക്കെ വിചാരിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കുള്ള കടമകളും ഉത്തരവാദിത്വങ്ങളും കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം മോളല്ലാതെ ഇരുന്നിട്ടും എന്നെ ഇത്രയും സ്നേഹിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ വളർത്തി വലുതാക്കിയവരാണ് ഈ അച്ഛനും അമ്മയും. അങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഭൂമി ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഇതുവരെ അജയ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിന് തീരെ പറ്റില്ല എന്ന് ഭൂമി പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ മറ്റു പേടിയൊന്നും ഉണ്ടായിട്ടല്ല, അമ്മയെ രക്ഷിക്കണം എന്നത് ഭൂമിയുടെ ആവശ്യമാണ്. പക്ഷെ അതിനായിട്ട് ഭൂമി കണ്ടുപിടിച്ച വഴി ഇതാണ് എന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല, മാത്രമല്ല അച്ഛൻ്റെ ആത്മാവിനും അത് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് ഭൂമി അതിനൊന്നും തയ്യാറാവാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭൂമിക്ക് വേണ്ടി ആ അച്ഛനും അമ്മയും അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ജീവിതം നശിപ്പിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇത് ചെയ്യണം. അച്ഛനെ കൊന്നവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരണം, അച്ഛന് നീതി വാങ്ങിച്ചു കൊടുക്കണം, അതേപോലെ അമ്മയെ ജയിലിൽ നിന്ന് രക്ഷിക്കും വേണം. അതിപ്പോൾ എൻ്റെ കടമയാണ് എന്ന് ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അവസാനം അജയുമായിട്ടുള്ള ആ ഡീലിംഗ് വിവാഹത്തിന് സമ്മതിക്കാൻ പോവാണ് ഭൂമി. പക്ഷെ ഇതൊന്നുമല്ല അംബിക ആഗ്രഹിച്ചത്. അംബിക എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭൂമിയോട് ഈ സത്യം തുറന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്യുതൻ എന്തായാലും ഭൂമിയോട് പറയാനിരുന്നതാണല്ലോ. ഒരു ദിവസം വൈകിയാണ് അച്യുതൻ മരിച്ചതെങ്കിലും അച്യുതൻ ഈ കാര്യങ്ങളൊക്കെ ഭൂമിയോട് പറഞ്ഞിട്ടായിരിക്കും മരിക്കുന്നത്. പക്ഷെ പറയാനും കഴിഞ്ഞില്ല, അതിനു മുമ്പ് മരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ അച്യുതന് പറയാൻ പറ്റാതെ പോയ ആ ഒരു സത്യം ഇപ്പം അംബിക ഭൂമിയോട് പറയാണ്. അത് മാത്രമല്ല, വേറൊരു വലിയ കാരണം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഭൂമി അമ്മയെ ഇറക്കാനും അച്ഛന് നീതി ലഭിക്കാനും വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ അംബികയ്ക്ക് അറിയാം. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ഭൂമിയുടെ പഠിപ്പ് കളഞ്ഞത്, ഭാവി കളഞ്ഞത്, ഒരു ചെറിയ കോഫി ഷോപ്പൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നതെല്ലാം ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഇപ്പം തന്നെ ഭൂമി ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനിയും ഭൂമിയുടെ ജീവിതവും മനസമാധാനവും സന്തോഷവും സമയവും ഒക്കെ കളഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഭൂമി കഷ്ടപ്പെടുന്നത് അംബികയ്ക്ക് കാണാൻ വയ്യ. അപ്പോൾ ആ ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ അംബികയ്ക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഭൂമി ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കട്ടെ, സ്വന്തം അച്ഛനും അമ്മയും തേടി കണ്ടുപിടിച്ച് അവരുടെ കൂടെ പോയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അംബിക ഇതൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ ഭൂമി ആലോചിക്കുന്നത് അങ്ങനെയല്ല. ഭൂമിക്ക് ഇനി വേറൊരു അച്ഛനോ വേറൊരു അമ്മയൊന്നും വേണമെന്നില്ല, ഈ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി, അത് മാത്രമാണ് ഭൂമി ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ തന്നെ ഭൂമി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം ഭൂമി അജയിലേക്ക് തന്നെയാണ് എത്താൻ പോകുന്നത്. അതിനു മുമ്പ് ഇതേ സമയം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സൗഭാഗ്യപുരത്ത് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന്റെ പേരിൽ അജയെ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഈ അഞ്ജന. നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ എന്നൊക്കെ അജയോട് അഞ്ജന പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കല്യാണം വരെ ലീവ് എടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടും ഹണിമൂണിനൊക്കെ പോകാനുള്ളതാണ്, അപ്പോൾ കുറച്ച് ഒരു 6 മാസത്തേക്കെങ്കിലും ലീവ് എടുത്തേ പറ്റൂ എന്നൊക്കെ അഞ്ജന പറയുമ്പോൾ അജയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ അജയ്ക്ക് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ എന്തായാലും അജയ് വേറൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ കല്യാണം മുടക്കാനായിട്ട്, ഈ ഭൂമിയെ കോൺട്രാക്ട് മാരേജ് ചെയ്യുന്ന ആ ഒരു പ്ലാൻ. അതിനു മുമ്പ് അവസാനമായിട്ട് മുത്തശ്ശിക്കും എല്ലാവർക്കും അജയ് ഒരു ചാൻസ് കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജന തന്നെ ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോഴ്സ് ചെയ്യുമ്പോൾ അജയ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും കൂടിയായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല, അഞ്ജനയെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഒരിക്കലും ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അജയുടെ അച്ഛൻ അജയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അജയ് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശിക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെങ്കിൽ എന്നെ ഇനി ഈ വിവാഹത്തിന് നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജന കയ്യിലിട്ട് കൊടുത്ത ആ എൻഗേജ്മെന്റ് മോതിരം ഉണ്ടല്ലോ, ആ
മോതിരം അഴിച്ച് അവിടെ വെച്ചിട്ട് അജയ് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായി, അജയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഭവാനിയും അഞ്ജനയൊക്കെ അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോഴും ഇവർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അജയ്ക്ക് ഇഷ്ടമല്ല എന്ന് ഇവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ മുത്തശ്ശിയുടെ നിർബന്ധം കൊണ്ടാണ് ഇത് അജയ് സമ്മതിച്ചിരിക്കുന്നത്. ഇനിയും അതേപോലെ മുത്തശ്ശി തന്നെ നിർബന്ധിച്ച് അജയെ കൊണ്ട് ഇതൊക്കെ സമ്മതിപ്പിച്ചോളും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് നിന്ന് ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആള് സംഗീതയാണ്. സംഗീതയ്ക്ക് അഞ്ജനയായിട്ടുള്ള അജയുടെ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല. പക്ഷെ അജയ്ക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ടും നിർബന്ധിച്ച് ഈ കല്യാണം നടത്താൻ സംഗീതയ്ക്ക് താല്പര്യവുമില്ല. അപ്പൊ അത് അമ്മയോട് പറയാനും കഴിയില്ല. ഭവാനിയെ വേദനിപ്പിക്കുന്ന പോലെ ആവുമോ, അഞ്ജനയെ കരയിപ്പിക്കുന്ന പോലെ ആവുമോ എന്നൊക്കെ ഉള്ള പേടിയാണ് സംഗീതയ്ക്ക്. അങ്ങനെ എൻ്റെ മോൻ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് സംഗീത കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഭൂമി ഇങ്ങോട്ട് വരുമ്പോൾ സംഗീത സ്വീകരിക്കുകയായിരിക്കും. അങ്ങനെ എന്തായാലും അജയ് സമ്മതമല്ല എന്ന് പറഞ്ഞ് റിങ്ങൊക്കെ അവിടെ വെച്ചിട്ട് പോയതിന് ശേഷം നമ്മുടെ ഭവാനിയും അഞ്ജനയും കൂടെ മുത്തശ്ശിയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ. വീണ്ടും ഇവർ ബാഗൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ്, ആർക്കും ശല്യമായിട്ട് ഞങ്ങൾ ഇനി ഇവിടെ കഴിയുന്നില്ല, ഞങ്ങളെ ആർക്കും വേണ്ട, ഞങ്ങളോട് ആർക്കും സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അന്ന് നടത്തിയ നാടകം പോലെ വീണ്ടും ഒരു നാടകം നടത്താൻ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ, അവൻ അഞ്ജനയെ വിവാഹം കഴിക്കും, അത് ഞാൻ നിങ്ങൾക്ക് തന്ന ഉറപ്പല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അമ്മ ഉറപ്പ് തന്നു എന്നല്ലാതെ അജയ്ക്ക് ഈ വിവാഹത്തിൽ ഇത്തിരി പോലും താല്പര്യമില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ വിവാഹം നടക്കുമെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അമ്മേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഭവാനിക്കും അഞ്ജനയ്ക്കും ഈ വീട്ടിലെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വിവാഹം ഞാൻ നടത്തും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹം നടന്നിരിക്കും, അല്ലാതെ വേറെ ആരുടെ ഇഷ്ടങ്ങളും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുത്തശ്ശിയുടെ നല്ല സാരിയൊക്കെ അഴിച്ചു വെച്ച് ഒരു സാധാരണ ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്ത് പെട്ടിയും ബാഗൊക്കെ റെഡിയാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ വാക്കിന് ഇവിടെ ആരും വില വെക്കുന്നില്ല, എന്നെ തീരെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരു വീട്ടിൽ ഇനി ഞാൻ എന്തിനാ, എനിക്ക് വയസ്സായി, മൂലയ്ക്ക് ഇരിക്കാൻ സമയമായി, ഇനി ഞാൻ ആരുടെയും കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ വരരുത് എന്നല്ലേ അജയ് ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, ആരും എന്നെ തടയരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകരുതമ്മേ എന്നൊക്കെ പറഞ്ഞ് സംഗീതയും അനുപമയും മാധവനും ഭവാനിയും അഞ്ജനയും എല്ലാവരും കൂടെ വന്ന് അമ്മയെ തടഞ്ഞ് അവിടെ നിർത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സംഗീത അജയോട് ഫോൺ ചെയ്ത് ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അജയ് ഇതൊക്കെ അറിഞ്ഞ് ഓടി വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് എന്താ മുത്തശ്ശി ഇതൊക്കെ, മുത്തശ്ശി എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വാക്കിന് ഇവിടെ വിലയില്ലല്ലോ മോനെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം, ആരാന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയാണ് അവസാനം മുത്തശ്ശി എങ്ങനെയാ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അജയ് അവസാനം മുത്തശ്ശിക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല മുത്തശ്ശി, മുത്തശ്ശി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകരുത്, മുത്തശ്ശിക്ക് ഇപ്പം എന്താ വേണ്ടത്, ഞാൻ അഞ്ജനെ വിവാഹം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാം എന്നൊക്കെ അജയ് ഇങ്ങനെ സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും എല്ലാവരും ഹാപ്പി ആവുന്നു, സംഗീതയ്ക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ കല്യാണത്തിന് അജയ് സമ്മതിച്ചതിന്റെ സന്തോഷം ഭവാനിയും അഞ്ജനയും ചേർന്ന് ആഘോഷിക്കുകയാണ് കേട്ടോ. മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയും മോളും കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ കയ്യിലാണ്, കല്യാണം കഴിയേണ്ടത് വരെ അത്രയൊരു താമസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലേക്ക് എത്തും, പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും ഇവിടെ നിയമം എന്നൊക്കെ പറഞ്ഞ് അമ്മയും മോളും കൂടി ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഭൂമി അജയെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, സാർ അന്ന് പറഞ്ഞ കാര്യത്തിനൊക്കെ എനിക്ക് സമ്മതമാണ്, ഞാൻ നന്നായി ആലോചിച്ചു, എൻ്റെ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കണം, അത് മാത്രമാണ് എൻ്റെ ആവശ്യം, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമി. അങ്ങനെ ഭൂമിയും അജയും ആൽഫ്രഡും 3 പേരും ഒരു സ്ഥലത്ത് ഒരു കോഫി ഷോപ്പ് പോലെ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് എനിക്ക് എല്ലാത്തിനും സമ്മതമാണെന്നുള്ള കാര്യം ഭൂമി അറിയിക്കുന്നു. അങ്ങനെ ഭൂമിക്ക് കൊടുക്കാനുള്ള പണം അത് അത്രയും കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അജയും ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആൽഫ്രഡ്. അങ്ങനെ ആ എഗ്രിമെന്റിൽ കണ്ടീഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അജയ് ഇത്രയും പണം കൊടുക്കണം, ജസ്റ്റ് ഒരു ആക്ടിങ് മാത്രമാണ്, അല്ലാതെ ശരിക്കും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു റിലേഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ എഗ്രിമെന്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അജയും ഭൂമിയും 2 പേരും ഈ എഗ്രിമെന്റ് വായിച്ചു നോക്കിയ ശേഷം 2 പേരും അതിൽ സൈൻ ചെയ്യുന്നു. അങ്ങനെ ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ഇവർ വിവാഹിതരാവാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.